ഹലോ ഗൈസ്, ഗൗരീശങ്കരത്തിൻ്റെ പുതിയ എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ നമ്മുടെ വേണിയോട് മഹാദേവൻ പറയുകയാണ്, ഈ ബന്ധം ഇതോടെ അവസാനിച്ചു, ഇവിടുന്ന് ഞാൻ കൂട്ടിക്കൊണ്ട് പോകാമെന്ന് എല്ലാവരും മുമ്പ് വെച്ച് പറയുവാണ് കേട്ടോ. അത് കേൾക്കുമ്പോൾ നമ്മുടെ പ്രൊഫസർ പറയുന്നുണ്ട്, അങ്ങനെ ഒരിക്കലും കൊണ്ടുപോകാൻ പറ്റില്ല, എൻ്റെ മകൻ്റെ കുഞ്ഞാണ് വേണിയുടെ വയറ്റിലെങ്കിൽ അവൾ ഇവിടെ തന്നെ നിൽക്കും എന്നൊക്കെ പറയുവാണ് കേട്ടോ. അപ്പം നമ്മുടെ മഹാദേവൻ പറയുകയാണ്, ഞാൻ ഇത്രയൊക്കെ പറഞ്ഞിട്ട് നിങ്ങളുടെ മകനോ മരുമോളോ വയറ്റിൽ കുഞ്ഞില്ല എന്ന് ഉള്ളതിന് എന്തേലും വാ തുറന്നും മിണ്ടിയതായിട്ട് നിങ്ങൾ കണ്ടോ? അങ്ങനെ ഇവർ പറയുവാണെന്നുണ്ടെങ്കിൽ ഈ മഹാദേവൻ മുണ്ടൂരി തലയിലിട്ടിട്ട് തിരുവനന്തപുരത്ത് നിന്ന് തൃശ്ശൂർക്ക് അങ്ങനെ പോകുമെന്നൊക്കെ പറയുവാണ് കേട്ടോ. എന്നിട്ട് പറയുകയാണ്, നിങ്ങൾ തന്നെ ചോദിക്കുമെന്ന് പറയുമ്പോൾ ആദർശം വേണിയും പരസ്പരം നോക്കിയിട്ട് മുഖം താത്തിയിരിക്കുവാണ്. അപ്പോൾ തന്നെ എല്ലാവർക്കും മനസ്സിലാവുകയാണ് കേട്ടോ ഇവർക്ക് കുഞ്ഞില്ലാന്ന്. അപ്പോൾ നമ്മുടെ വേണിയോടും നന്ദിനിയമ്മ ചോദിക്കുന്നുണ്ട്, എന്തിനാ വേണി മോളെ എന്നോട് ഇത് ചെയ്തതെന്നൊക്കെ ചോദിച്ച് ഭയങ്കരമായിട്ട് വിഷമിക്കുന്നുണ്ട് കേട്ടോ. മുത്തശ്ശി ഒരുപാട് സങ്കടപ്പെടുന്നുണ്ട്, നിങ്ങൾ എന്തിനാ ഇങ്ങനെ ഒരു കള്ളത്തരം പറഞ്ഞതെന്ന് പറഞ്ഞ് എല്ലാവർക്കും ആകെ സങ്കടമാവുകയാണ് കേട്ടോ. എന്നാലും മഹാദേവന് മാറ്റമൊന്നുമില്ല. മഹാദേവൻ പറയുന്നുണ്ട്, ഇനി എൻ്റെ മോക്ക് ഞാനൊരു പുതിയ ജീവിതം കണ്ടെത്തും, ഇവൻ്റെ കൂടെ ജീവിതം നശിപ്പിക്കേണ്ട കാര്യമില്ലെന്ന് പറഞ്ഞ് വേണീനെ പിടിച്ച് വലിക്കുമ്പോൾ വേണി ഓടിപ്പോയിട്ട് പ്രൊഫസറിൻ്റെ പുറകെ നിൽക്കുവാണ് കേട്ടോ. എന്നിട്ട് എന്നെ വിടല്ലേ പ്രൊഫസറെ, ഒന്നും പറയാമെന്നൊക്കെ പറയുന്നുണ്ട്. പ്രൊഫസർ ഇങ്ങനെ തല കുനിച്ച് സങ്കടപ്പെട്ട് നിൽക്കുവാണ് കേട്ടോ. പെട്ടെന്ന് വേണി എന്നിട്ട് ആദർശിൻ്റെ അടുത്ത് നിന്ന് കെട്ടിപ്പിടിച്ച് കാര്യമാണ് കേട്ടോ, എന്നെ വിടല്ലേ ആദർശ് ഏട്ടാ, എന്നെ വിടല്ലേ എന്നൊക്കെ പറഞ്ഞ്. ആ സമയത്ത് മഹാദേവന് ദേഷ്യം വന്നിട്ട് മഹാദേവൻ വേണീനെ ഇങ്ങനെ പിടിച്ച് വലിച്ചിട്ട് ആദർശിരിക്കുന്ന വീൽ ചെയറിൻ്റെ കാല് വെക്കുന്ന ഭാഗത്തോട്ട് ഒറ്റ ചവിട്ടി ഔട്ടാണ് കേട്ടോ. വീൽ ചെയർ മറിഞ്ഞ് ആദർശ് നേരെ അപ്പുറം പുറകിലുള്ള മുറിയിലോട്ട് പോയി വീഴുവാണ്. വീഴുന്ന കാണുമ്പോഴേക്കും വേണി ഭയങ്കരമായിട്ട് പൊട്ടിക്കരയുന്നുണ്ട്. പക്ഷെ മഹാദേവൻ കൈവിടുന്നില്ല കേട്ടോ. ബാക്കി പ്രൊഫസറും നന്ദിനിയമ്മയും മുത്തശ്ശി ആരതിയൊക്കെ ഓടിച്ചെന്ന് നമ്മുടെ ആദർശിനെ പിടിച്ച് പൊക്കി എടുക്കുവാണ് കേട്ടോ. ആ സമയം കൊണ്ട് മഹാദേവൻ വേണീനെ അവിടുന്ന് കൂട്ടിക്കൊണ്ട് പോവാണ്. താഴെ വീണ് കിടക്കുന്ന ആദർശ് പൊട്ടിക്കരയാണ് കേട്ടോ. വേണിയെ കൊണ്ടുപോകല്ലേ എന്ന് പറയാച്ചാന്നും പറയുന്നുണ്ട്. പുള്ളിക്കും ഭയങ്കര വിഷമമാണ് കേട്ടോ. പിന്നെ കാണിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മഹാദേവൻ ചാരങ്ങാട്ട് വീട്ടിലെത്തുവാണ്. വേണീനെ കൈ പിടിച്ച് വലിച്ചു വീട്ടിലോട്ട് കയറ്റിക്കൊണ്ട് വരുവാണ് കേട്ടോ. അവിടെ നമ്മുടെ മണിമുത്തശ്ശി ഇരിപ്പുണ്ട്. മുത്തശ്ശിക്കും കാണുമ്പോൾ ഭയങ്കര വിഷമമാവുന്നുണ്ട്. പക്ഷേ മഹാദേവൻ പറയുന്നുണ്ട്, ഇനി ആ കാര്യം അങ്ങ് മറന്നേക്ക് എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ആ സമയത്ത് രാധാമണി തങ്കച്ചി പറയുന്നുണ്ട്, മോളെ നീ അച്ഛൻ പറയുന്നത് കേൾക്കുക, നിൻ്റെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്, ഇനി നിനക്ക് വേറൊരു കല്യാണം നടത്തണം എന്നൊക്കെ പറയുമ്പോൾ മഹാദേവൻ പറയുകയാണ്, ഞാനത് ഈ വീടിൻ്റെ മുമ്പിൽ വെച്ച് തന്നെ നടത്തും എന്ന് പറയുമ്പോഴത്തേക്കും വേണിക്ക് ദേഷ്യം വന്നിട്ട് വേണി ചോദിക്കുവാണ് കേട്ടോ, അച്ഛൻ എൻ്റെ സമ്മതം ഇല്ലാതെ എൻ്റെ കല്യാണം നടത്തുമോ, അതെങ്ങനെ നടത്താനാ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോഴത്തേക്കും നമ്മുടെ മഹാദേവൻ പറയുന്നുണ്ട്, എടി വേണി മോളെ, നിൻ്റെ കല്യാണം ആദർശമായിട്ട് നടത്തിയപ്പോൾ നിൻ്റെ സമ്മതം ചോദിച്ചായിരുന്നു, അതെങ്ങനെയാണോ നടത്തിയത് അതുപോലെ തന്നെ ഈ മഹാദേവൻ ഈ കല്യാണവും നടത്താൻ അറിയാമെന്ന് പറയും കേട്ടോ. ഇത് കേൾക്കുമ്പോഴേക്കും വേണിക്ക് ആകെക്കൂടെ സങ്കടമാവുകയാണ്. ഒന്നും പറയാനില്ലല്ലോ. വേണി ഇങ്ങനെ നിശബ്ദമായിട്ട് നിൽക്കുവാണ്. എന്നിട്ട് പറയുന്നുണ്ട്, എനിക്ക് ആദർശേൻ്റെ അടുത്ത് പോകണമെന്ന് പറഞ്ഞ് തലയൊക്കെ പിടിച്ച് ഇങ്ങനെ കൂടി മുടിയൊക്കെ പിടിച്ച് വലിച്ച് ദേഷ്യപ്പെട്ട് ഇങ്ങനെ നിൽക്കുവാണ് കേട്ടോ വേണി. അവസാനം മഹാദേവൻ പറയുന്നുണ്ട്, ഒന്നുമില്ല, നീ എവിടെയും പോവില്ല, നീ ഇവിടെ നിൽക്കും, ഇനി ഞാൻ പറയുന്ന ആളെ നീ കല്യാണം കഴിക്കും എന്ന് പറഞ്ഞ് വേണീനെ പിടിച്ച് വലിച്ചുകൊണ്ട് നേരെ മുകളിൽ സ്റ്റെയർ കേസിൽ അങ്ങോട്ട് പോകുമ്പോഴേക്കും നമ്മുടെ ഗൗരി വന്ന് വിലങ്ങനെ നിൽക്കുവാണ് കേട്ടോ. അച്ഛ എന്ന് വിളിച്ചിട്ട് പറയുന്നുണ്ട്, അച്ഛൻ എന്തായി കാണിക്കുന്നത്, വേണീനെ വിട്, വേണിക്ക് ഇഷ്ടമുള്ളൊരു ജീവിതമല്ലേ അവൾ ജീവിക്കേണ്ടതെന്നൊക്കെ ചോദിക്കുമ്പം മഹാദേവന് നല്ല ദേഷ്യം വന്നിരിക്കുകയാണ് കേട്ടോ. മഹാദേവൻ പറയാണ്, ചാരങ്ങാട്ട് മഹാദേവൻ്റെ മോള് ആരെ കല്യാണം കഴിക്കണം, ആരോട് ജീവിക്കണം എന്നൊക്കെ തീരുമാനിക്കുന്ന ചാരങ്ങാട്ട് മഹാദേവനാണ്, അല്ലാണ്ട് ഗൗരി അല്ല എന്നൊക്കെ പറഞ്ഞ് ഗൗരിയോടും കുറേ ചൂടാവുകയാണ് കേട്ടോ. എന്നിട്ട് പറയുന്നുണ്ട്, വഴിയിൽ നിന്ന് മാറി നിൽക്കടി എന്ന് പറഞ്ഞ് ഗൗരിയോട് പറയുമ്പോൾ ഗൗരി വഴിയിൽ നിന്ന് മാറി നിൽക്കുവാണ് കേട്ടോ. ഇത് കണ്ട് രാധാമണി തങ്കച്ചി ഇങ്ങനെ ചിരിക്കുവാണേ. എന്നിട്ട് രാധാമണി തങ്കച്ചി ഗൗരിയുടെ അടുത്ത് വന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ തോറ്റ് തലകുനിച്ച് നിൽക്കുന്നത് കാണാൻ ഒരു സുഖമുണ്ട് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് കളിയാക്കുവാണ് കേട്ടോ. എന്നിട്ട് നമ്മുടെ രാധാമണി തങ്കച്ചി പറയണേ, നീ തിരിച്ച് വേണീനെ ആദർശിൻ്റെ അടുത്ത് എത്തിക്കുവാണെങ്കിൽ, അവർ പഴയപോലെ ജീവിക്കുവാണെങ്കിൽ ഈ രാധാമണി തങ്കച്ചി നിന്നെ ഇനി തൊട്ട് മേഡം എന്ന് വിളിക്കും എന്നിങ്ങനെ പറയുവാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഗൗരി പറയുവാണ്, അത് മേഡം നമ്മ വിളിക്കാൻ വേണ്ടിയിട്ടല്ല, പക്ഷേ ആദർശേട്ടൻ്റെയും വേണിയുടെയും ജീവിതം തകർക്കാൻ ഞാൻ സമ്മതിക്കില്ല. വേണിക്ക് അങ്ങനെ ഒരു ഇഷ്ടം ഇപ്പോഴും ആദർശേട്ടൻ്റെ കൂടെ നിൽക്കണം, ജീവിക്കണം എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും വേണി തിരിച്ച് ആദർശേട്ടൻ്റെ അടുത്ത് തന്നെ എത്തുമെന്ന് പറഞ്ഞ് ഗൗരി ഒരു ചെറിയ പുഞ്ചിരി, ഒരു ചിരിയൊക്കെ ചിരിച്ചിട്ട് അങ്ങ് പോവാണ് കേട്ടോ. പിന്നെ കാണിക്കുന്നതെന്ന് വെച്ചാൽ മഹാദേവൻ മുകളിലത്തെ മുറിയിൽ കൊണ്ടുപോയി വേണീനെ പൂട്ടിയിടുവാണ് കേട്ടോ. പൂട്ടിയിട്ടുമ്പോഴും വേണി കരയുന്നുണ്ട്, എനിക്ക് തിരിച്ച് പോകണം എന്നൊക്കെ പറഞ്ഞ്. അപ്പോൾ മഹാദേവൻ പറയുന്നുണ്ട്, നീ ഇനി ഇവിടെ നിന്ന് പോവാനോ, അത് ഉറപ്പായിട്ടും നടക്കത്തില്ല, എന്നെ ഇനി കൂടുതൽ ദേഷ്യം പിടിപ്പിക്കരുതെന്നൊക്കെ പറഞ്ഞ് മഹാദേവൻ അവിടുന്ന് പോവാണ് കേട്ടോ. പിന്നെ കാണിക്കുന്നത് നമ്മുടെ ശങ്കറും ഗംഗയും കൂടെ മേളക്കാരെ കാണാൻ വേണ്ടി പോകാൻ നേരത്ത് ഇങ്ങനെ വഴി നിൽക്കുമ്പോൾ ഫോൺ ബെല്ലടിക്കുവാണ് കേട്ടോ. നമ്മുടെ ഗംഗ ഫോൺ എടുക്കുമ്പോഴത്തേക്കും ഗൗരി വിളിച്ചിട്ട് ശങ്കറിനോട് പറയുന്നുണ്ട്, ശങ്കർ എത്രയും പെട്ടെന്ന് ഇങ്ങോട്ട് വരണം, ഇവിടെ ആകെ പ്രശ്നമായിരിക്കുക, അച്ഛൻ വേണീനെ കൂട്ടിക്കൊണ്ട് വന്നു എന്നൊക്കെ പറയുമ്പോൾ ശങ്കർ ചോദിക്കുന്നുണ്ട്, വേണീനോ, തിരുവനന്തപുരത്തുള്ള വേണി എങ്ങനെ തൃശ്ശൂർ എത്തിയെന്ന് ചോദിക്കുമ്പം നമ്മുടെ കഥയെല്ലാം
പറഞ്ഞു കൊടുക്കുവാണ് കേട്ടോ ഗൗരി. അതെല്ലാം കേട്ടിട്ട് ഗൗരിയോട് പറയുന്നുണ്ട്, നീ ഇപ്പം അവിടെ ഇരിക്കുക, ഞാൻ വരാം എന്നൊക്കെ പറഞ്ഞ് ശങ്കർ ഫോൺ കട്ട് ചെയ്തിട്ട് ഗംഗയോട് പറയുകയാണ്, ഞാൻ നിനക്കൊരു വണ്ടി വിളിച്ചു തരാം, നീ ചാരങ്ങാട്ട് പൊക്കോളാൻ പറഞ്ഞിട്ട് ശങ്കർ നേരെ തിരുവനന്തപുരത്തിന് വരുവാണ് കേട്ടോ. അവിടെ വന്ന് ആദർശിനെ കാണുവാണ്. ആദർശിനെ കാണുമ്പോൾ ആദർശിനോട് പറയുന്നുണ്ട്, ഒരു ഭാര്യയുടെ മുകളിൽ ഏറ്റവും കൂടുതൽ അവകാശം ഭർത്താവിനാണ്, അച്ഛനല്ല എന്നൊക്കെ പറയുമ്പോഴേക്കും ആദർശ് പറയുന്നുണ്ട്, ഈ അവസ്ഥയിലല്ലായിരുന്നു ഞാൻ ഉറപ്പായിട്ടും വേണീനെ പോയി കൂട്ടിയിട്ട് വരുമായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും നമ്മുടെ ശങ്കർഭായി പറയുവാണ്, അതിന് ഈ അവസ്ഥ എന്നൊന്നുമില്ല. പണ്ട് രാവണൻ സീതേനെ തട്ടിക്കൊണ്ട് പോയി കഴിഞ്ഞപ്പോൾ രാമൻ ഒരു പാലം തന്നെ പടുതിട്ടാണ് പോയത്. ആ കാലത്ത് അത്രയൊക്കെ ചെയ്യാമെന്നുണ്ടെങ്കിൽ ഏറ്റവും അധികാരം നിനക്കാണ്, നിൻ്റെ ഭാര്യയുടെ മുകളിൽ. അപ്പം നിനക്ക് എന്തായാലും ചെയ്യാൻ പറ്റും. അളിയൻ സിംഗ് വന്നതെന്നൊക്കെ പറഞ്ഞ് ആദർശിനെ കൂട്ടിക്കൊണ്ട് അവിടെ നിന്ന് ഇറങ്ങുവാണ് കേട്ടോ. അത്രയും കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. ഇഷ്ടപ്പെട്ട ചാനൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. താങ്ക്